അത്രയും നെഗറ്റീവായിരുന്നു. ഭാര്യയോടും മക്കളോടും ചോദിച്ചാണ് ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചത്. ജഗദീഷ് മലയാള സിനിമയിലെ ശ്രദ്ധേയനായ നടനാണ് ജഗദീഷ്. ഹാസ്യവേഷങ്ങളിലൂടെയും സ്വഭാവ വേഷങ്ങളിലൂടെയും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ കലാകാരനാണ് അദ്ദേഹം. ഹാസ്യത്തിന്റെ മേമ്പൊടിയോടെയുള്ള സംഭാഷണ ശൈലിയും അഭിനയവും അദ്ദേഹത്തെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനാക്കി. കരിയറിന്റെ തുടക്കത്തിൽ ഹാസ്യവേഷങ്ങളിൽ കൂടുതലും അഭിനയിച്ച ജഗദീഷിന്റെ രണ്ടാം വരവ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ലീല, റോഷക് തുടങ്ങിയ സിനിമകളിലെ പ്രകടനം അദ്ദേഹത്തിലെ നടനിലെ മറ്റൊരു മുഖം കാണിച്ചു തന്നു. ഇപ്പോൾ കഥാപാത്രങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ വന്ന മാറ്റത്തെക്കുറിച്ച് മലയാള മനോരമ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് ജഗദീഷ്. രഞ്ജിത്ത് സംവിധാനം ചെയ്ത ലീലയിലായിരുന്നു കഥാപാത്രങ്ങളുടെ തെരഞ്ഞെടുപ്പിലെ മാറ്റം ആരംഭിക്കുന്നത്. ലീല വന്നപ്പോൾ ഞാൻ അഭിനയിക്കാൻ മടിച്ചു. അത്രയ്ക്ക് നെഗറ്റീവാണ്. ഭാര്യയോടും മക്കളോടും സംസാരിച്ചു. എന്നോട് അഭിനയിക്കാൻ അവരാണ് പറഞ്ഞത്. പിന്നീട് റോഷക്കിലും വ്യത്യസ്ത വേഷം ലഭിച്ചു. അങ്ങനെ വ്യത്യസ്തമായ വേഷം കിട്ടാൻ തുടങ്ങി. ഞാൻ മോഹിച്ചതാണ് ഇതൊക്കെ, ജഗദീഷ് പറയുന്നു. സിനിമയ്ക്കിടെ രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകുമോ എന്ന ചോദ്യത്തിനും ജഗദീഷ് മറുപടി പറഞ്ഞു. പത്തനാപുരത്ത് മത്സരിച്ചത് ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നുവെന്നും പലരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അത് ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇനിയൊരിക്കലും രാഷ്ട്രീയത്തിലേക്കില്ല. പത്തനാപുരത്ത് മത്സരിച്ചത് ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു. പലരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് മത്സരിച്ചത്. സമ്മർദ്ദം ചെലുത്തിയവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് വഴങ്ങിയ ഞാനാണ് തെറ്റുകാരൻ. ഭാര്യയും മക്കളുമൊക്കെ മത്സരത്തെ എതിർത്തിരുന്നു. എല്ലാ രാഷ്ട്രീയ കക്ഷിയിലെയും നേതാക്കളുമായി എനിക്ക് അടുത്ത ബന്ധമുണ്ട്, ജഗദീഷ് പറഞ്ഞു.